ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ ഇന്നത്തെ പ്രോഡക്റ്റ് വരുന്നത് കുന്തൻ സ്റ്റോൺ വെറൈറ്റീസിൻ്റെ ജ്വല്ലറീസ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ മാലയും കമ്മലും ഒക്കെ ചെയ്യുന്നവർക്ക് വേണ്ടുന്ന മെയിൻ പ്രോഡക്ട്സ് 2 ഐറ്റംസ് കാണിക്കാം. ഇതാണ് വാക്സ് ഷീറ്റ്. ഇത് നമ്മൾ പാറ്റേൺ ഒക്കെ സെറ്റ് ചെയ്തിട്ട് ബാക്ക് കവർ ചെയ്യുന്നതിന്. ഇത് OHP ഷീറ്റ് അല്ലെങ്കിൽ ട്രാൻസ്പെറൻറ്റ് ഷീറ്റ്, ഗ്ലാസ് ഷീറ്റ് എന്നൊക്കെ പറയും. ഇതിനകത്താണ് നമ്മൾ പാറ്റേൺ ഒക്കെ സെറ്റ് ചെയ്യുന്നത്, അതായത് ഡിസൈൻസ് ഒക്കെ ഒട്ടിച്ച് സ്റ്റോണൊക്കെ ഒട്ടിച്ച് സെറ്റ് ചെയ്യും. അപ്പോൾ അതിൻ്റെ ജസ്റ്റ് ഒരു മേക്കിംഗ് കൂടെ കാണിക്കാമേ. അപ്പോൾ നമ്മൾ ജസ്റ്റ് പാറ്റേൺ സെറ്റ് ചെയ്യുമ്പോൾ ആദ്യം ചെറിയ രീതിയിൽ കുഞ്ഞായിട്ട് നമ്മൾ ഗ്ലാസ് ഷീറ്റ് കട്ട് ചെയ്തെടുക്കുക. അതിനകത്ത് നമ്മൾ പാറ്റേൺ ഒട്ടിച്ച് പെട്ടെന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഫുൾ വലിയ ഷീറ്റിനകത്താണ് നമ്മൾ ഇതിൻ്റെ സ്റ്റോണൊക്കെ ഒട്ടിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് ഒട്ടിക്കുന്നതിന് കുറച്ച് ബുദ്ധിമുട്ട് വരും. അതിലും നല്ല ചെറിയ ഷീറ്റിനകത്ത് നമ്മുടെ പാറ്റേൺ സെറ്റ് ചെയ്ത് കട്ട് ചെയ്തെടുക്കുക. ബിഗിനേഴ്സിന് വേണ്ടിയിട്ടാണ് ഇതൊക്കെ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നത്. അപ്പോൾ പിന്നെ ഇത് പാറ്റേൺ എല്ലാം ചെയ്ത് ഒട്ടിച്ച് കഴിഞ്ഞ് കുറച്ച് സമയം വെയിറ്റ് ചെയ്യുക. അതൊന്ന് ഉണങ്ങി നല്ല ഡ്രൈ ആവാൻ വേണ്ടിയിട്ട്. നല്ല ഡ്രൈ ആയില്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്റ്റോൺ ഒട്ടിച്ചത് നമ്മൾ കട്ട് ചെയ്യുമ്പോഴത്തേക്ക് അതിൻ്റെ പൊസിഷനൊക്കെ മാറും. അതുകൊണ്ട് നല്ല ഡ്രൈ ആവാനുള്ള സമയം കൊടുക്കണം. പിന്നീട് വരുന്നൊരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഹെഡ് പിൻ ഐ പിന്നൊക്കെ ഒട്ടിക്കുമ്പോൾ മെയിനായിട്ട് ഐ പിൻ ഒട്ടിച്ചിട്ട് ഹാങ്ങിങ്സ് ഒക്കെ ആഡ് ചെയ്യുമ്പോൾ അത് നമ്മൾ ഒരേ പൊസിഷനിലേക്ക് ഐ പിന്ന് ആ റിങ് വരുന്ന പോർഷൻ ഒരേ പൊസിഷനിലേക്കാണ് നമ്മൾ വെക്കുന്നതെങ്കിൽ കമ്മൽ സെറ്റ് ചെയ്ത് വരുമ്പോൾ തിരിഞ്ഞു പോവും. അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിച്ച് വേണം ഒട്ടിക്കാനായിട്ട്. നമ്മൾ ഫസ്റ്റ് ഒരു ഐ പിന്ന് ഒട്ടിച്ച് കഴിഞ്ഞിട്ട് ഹാങ്ങിങ്ങിൻ്റെ അകത്ത് ഐ പിന്ന് ഒട്ടിക്കുമ്പോൾ ഏത് പൊസിഷനിൽ വന്നാലാണ് കറക്റ്റായിട്ട് ഹാങ്ങിങ് വരിക എന്നുള്ളതൊന്ന് വെച്ച് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ഒട്ടിക്കുക. ഹാങ്ങിങ്സ് ഇപ്പം 3 തട്ടായിട്ട് ചെയ്യുമ്പം ഏറ്റവും താഴെ ഹാങ്ങിങ് ബീഡ്സ് വരുന്ന രീതിയാണെങ്കിലും അങ്ങനെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് വയ്ക്കുക. പിന്നെ ബാക്ക് ഷീറ്റ്, നമ്മൾ ബാക്കിൽ ബാക്ക് ഷീറ്റ് ഒട്ടിക്കുമ്പോൾ ചിലർ ചെയ്യാറുണ്ട് ഫുൾ ആ പാറ്റേൺ ഫുൾ ബാക്ക് ഷീറ്റ് ഒട്ടിച്ച് കവർ ചെയ്യും. അതിൻ്റെ ആവശ്യമില്ല. നമ്മൾ ജസ്റ്റ് ആ ഐ പിന്ന് ഹെഡ് പിന്നൊക്കെ ഒട്ടിച്ചിരിക്കുന്ന പൊസിഷൻ ഒന്ന് കവറപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മാത്രം ബാക്ക് ഷീറ്റ് ഒട്ടിച്ചാൽ മതി. ഒരുപാട് മെറ്റീരിയൽ നമ്മളിതിൽ ആഡ് ചെയ്യുമ്പോൾ കമ്മലിൻ്റെ വെയിറ്റ് കൂടും, ഹെവി ആയിപ്പോവും. നമുക്കപ്പോൾ കമ്മൽ ഇടുന്നതിനൊരു ബുദ്ധിമുട്ട് വരും. ഗ്ലൂവും ബാക്ക് ഷീറ്റും ഒക്കെ വെയിറ്റ് വീണ്ടും കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം മാക്സിമം കുറച്ച് ഐറ്റംസ് യൂസ് ചെയ്തെടുത്താൽ നല്ല ഭംഗിയായിട്ട് നമുക്ക് എപ്പോഴും യൂസ് ചെയ്യത്തക്ക രീതിയിൽ എടുക്കാൻ പറ്റും. ഇതൊക്കെയാണ് മെയിനായിട്ട് നമ്മൾ കുന്തൻ സ്റ്റോണിൻ്റെ കമ്മലുകൾ സെറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. എല്ലാവർക്കും ഇത് ഹെൽപ്ഫുൾ ആവുമെന്ന് കരുതുന്നു. അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്തേക്കണേ. ഇതുപോലെ ബിഗിനേഴ്സായിട്ട് ചെയ്യുന്നവർക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്തും കൊടുത്തേക്കുക. താങ്ക്